നമസ്തേ. ഇന്ന് ഡാർക്ക് സൈക്കോളജിയിലൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താണ് ഈ സംഭവം എന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ തന്നെ സാനിറ്റി, നമ്മുടെ തന്നെ നോർമാലിറ്റി, നമ്മുടെ തന്നെ റീസണിങ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പെർസെപ്ഷൻ, ഈ കാര്യങ്ങളെ ഒക്കെ നമ്മളെ കൊണ്ട് തന്നെ ഡൗട്ട് അടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഇമോഷണൽ മാനിപ്പുലേഷൻ മെത്തേഡാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഡാർക്ക് സൈക്കോളജിയിലാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ചുറ്റിനൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ, ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്, നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് തന്നെ സംശയം ഉണ്ടാക്കുന്നതായിട്ടുള്ള പ്രക്രിയ. എങ്ങനെയാണ് ആളുകൾ ഇത് നടപ്പിലാക്കുന്നത് എന്നുള്ളത്, ഇതെല്ലാം പഠിച്ചിട്ടൊന്നുമല്ല ആളുകൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് ചിലരുടെ സ്വഭാവത്തിൽ അന്തർലീനമാണ്. ഈ ഗ്യാസ് ലൈറ്റിംഗ് മറ്റുള്ളവരെ ചെയ്യുക എന്നുള്ളത് അവരുടെ സ്വഭാവത്തിൽ അന്തർലീനമാണ്. അവരുടെ പ്രവൃത്തികൾ അതിലേക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അത് നടക്കുന്നത്, അതിൻ്റെ പ്രോസസ്സാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയും നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിക്കാനും ഒക്കെ ഈ വീഡിയോ സഹായകമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മളെ തന്നെ സംശയിപ്പിക്കുന്നതായിട്ടുള്ള ഒരു മാനസിക തന്ത്രമാണിത്. ഒരു കള്ളം പറയുക, അത് വീണ്ടും പറയുക, അത് വീണ്ടും പറയുക, അത് എന്നേക്കുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ആകുന്ന സമയത്ത് പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ ആൾക്കാർ വിചാരിക്കും അത് സത്യമാണ് എന്നുള്ളത്. ഈ തന്ത്രം തന്നെയാണ് ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് റിയാലിറ്റി റീറൈറ്റ് ചെയ്യുക. യാഥാർത്ഥ്യം ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല, അത് നിന്റെ തോന്നലാണ്. അങ്ങനെ എപ്പോഴും ഒരു വ്യക്തിയോട് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പതിയെ പതിയെ ആ വ്യക്തി അയാളുടെ തന്നെ ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങുമെന്നുള്ളതാണ്. ഇത് എൻ്റെ ഓർമ്മ തെറ്റിയതായിരിക്കും, എൻ്റെ ചിന്ത തെറ്റിയതായിരിക്കും, എൻ്റെ തോന്നലായിരിക്കും എന്നൊക്കെയുള്ള രീതിയിലേക്ക് നമ്മൾ മാറിപ്പോകാനുള്ള സാധ്യത വളരെയധികമാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ശക്തമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല എന്ന് ഒരാൾ നമ്മളോട് ശക്തമായിട്ട് പറയുമ്പോൾ നമുക്ക് തന്നെ ഡൗട്ട് തോന്നുകയാണ്. ഇത് ഏതെങ്കിലും വ്യക്തമായിട്ട് സംഭവിച്ച ഒരു കാര്യത്തിലല്ല ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം അവർ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതായിട്ട് നമ്മൾ അറിഞ്ഞു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളെ ബാധിക്കുന്നതായിട്ടുള്ളൊരു വാർത്ത വേറെ ചില വ്യക്തികൾ ഡിസ്കസ് ചെയ്തതായിട്ട് നമ്മൾ അറിഞ്ഞു, അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനെയൊക്കെ സ്വാധീനിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഗ്യാസ് ലൈറ്റിംഗ് നടത്തുന്ന ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ പറയുന്ന റിയാലിറ്റി റീറൈറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്നും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം സംഭവിച്ചിട്ടില്ല എന്നും, നിനക്ക് അത് ഓർമ്മയില്ല, അല്ലെങ്കിൽ നീ ഇപ്പോഴും അത് മറന്നുപോയോ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ. അങ്ങനെ ആകുന്ന സമയത്ത് നമ്മുടെ മെമ്മറി, നമ്മുടെ ഓർമ്മേനെ നമ്മൾ സംശയിക്കുകയാണ് എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന അടുത്തതായിട്ടുള്ള ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്, നമുക്ക് നമ്മുടെ തന്നെ മെമ്മറിനെ ഡൗട്ടായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനസികമായിട്ട് എത്രമാത്രം കൺഫ്യൂസ്ഡ് ആയിട്ട് പോകും എന്നുള്ളത്. അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കും. ചിലപ്പോൾ നമ്മൾ പ്രതികരിച്ചത് കൂടിപ്പോകും, കുറഞ്ഞു പോകും, അല്ലെങ്കിൽ കൃത്യമായിട്ടായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ പ്രതികരിച്ചതിനെ കൂടുതൽ ഓവർ എക്സാജറേറ്റ് ചെയ്തിട്ട് ഇവർ കാണിക്കുമെന്നുള്ളതാണ്. നീ എന്താണ് ആ കാണിച്ചു കൂട്ടിയത്, ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു, നീ എന്താണ് ഈ പ്രവർത്തിച്ചിരിക്കുന്നത്, എന്നോട് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ. നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വാക്കായിരിക്കും പറഞ്ഞത്, അതിനെ വളരെയധികം ശക്തമായിട്ട് വലിയൊരു സംഭവമായിട്ട് കാണിച്ചുകൊണ്ട് നമുക്ക് ഫുൾ കൺഫ്യൂഷൻ സൃഷ്ടിക്കാനായിട്ട് ഇവർ കാരണക്കാരാവുന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ ഇത്രയൊക്കെ ചെയ്ത് തെറ്റായി പോയല്ലോ, എൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ എൻ്റെ പറച്ചിൽ മറ്റുള്ളവർക്ക് വേദനയാവുമല്ലോ, അപ്പം മിണ്ടാതിരിക്കാം. ആ സമയത്ത് ഇവരുടെ കൺട്രോൾ നമ്മളുടെ മേലിലേക്ക് വരികയാണ് എന്നുള്ളതാണ്. ഇവരുടെ മാനിപ്പുലേഷൻ, ഇവരുടെ ഇൻഫ്ലുവൻസ് പവർഫുൾ ആവുകയാണ് എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബ്ലെയിം ഷിഫ്റ്റിംഗ് ആണ്. ഏതെങ്കിലും ഒരു ലക്ഷണം ചില വ്യക്തികളിൽ ഒക്കേഷണലായിട്ട് കണ്ടു എന്ന് കരുതിയ ഗ്യാസ് ലൈറ്റിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ ടുഗദറായിട്ട് ഓൾമോസ്റ്റ് ഒരു 90% എങ്കിലും ആക്യുറസിയിൽ വരുന്ന സമയത്ത് നമ്മൾ അവരെ ഒന്ന് സൂക്ഷിച്ച് നിരീക്ഷിക്കണം, അല്ലെങ്കിൽ സൂക്ഷിച്ച് ഇടപെടണം എന്നുള്ളതാണ്. അവർ ചെയ്തതായിട്ടുള്ള തെറ്റുകൾ നിങ്ങളാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ വരുത്തുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തൊരു മിസ്റ്റേക്ക് നിങ്ങളാണ് അതിൻ്റെ അടിസ്ഥാന കാരണം എന്നുള്ള രീതിയിൽ ബ്ലെയിം ഷിഫ്റ്റിങ്ങും ഇവർ നടത്തും എന്നുള്ളതാണ്. അതാണ് ഇവരുടെ അടുത്തതായിട്ടുള്ള പ്രോസസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം പ്രൈസ് ചെയ്യും, ഒരു ദിവസം ബ്ലെയിം ചെയ്യും. ഒരു ദിവസം പ്രൈസ് ചെയ്യുക, ഒരു ദിവസം ബ്ലെയിം ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇവരുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആവും. ആ സമയത്ത് ഇവരെന്ത് ചെയ്യും, നമ്മളെ ഇവർക്ക് വേണ്ട രീതിയിൽ ഈ ഡിപ്പെൻഡൻസി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും, കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുമെന്ന് കൃത്യമായിട്ട് പറയാം. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഐസൊലേഷൻ ടാക്ടിക് ആണ്. നീ മാത്രമാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, നിനക്ക് ഡെല്യൂഷനാണ്, അല്ലെങ്കിൽ നിന്റെ തോട്ടിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാത്രമാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് നമ്മളെ ഐസൊലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ അവസാനത്തിൽ നമ്മൾ ചോദിക്കും, എനിക്കാണോ പ്രശ്നം, എനിക്കെന്തോ പ്രശ്നമാണല്ലോ എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ച് അവിടെ ഗ്യാസ് ലൈറ്റിങ്ങിന്റെ പ്രോസസ്സ് അവർ സക്സസ് ആക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടും ഈ ലക്ഷണങ്ങൾ, ഈ പാറ്റേൺസ് അവർക്ക് നമ്മളോടുള്ള പെരുമാറ്റത്തിൽ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ഓവർ തിങ്ക് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. നമുക്കൊരു ബന്ധത്തിൽ ഒരു അസ്വസ്ഥത, ഒരു കൺഫ്യൂഷൻ,
അല്ലെങ്കിൽ ഒരു ഡൗട്ട് തോന്നുവാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെയധികമാണ്. ഞാൻ പറയുന്നത് സംശയരോഗം പോലുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല കേട്ടോ. ഈ ചിലപ്പോൾ ഇത് ജോലി സ്ഥലത്തെ ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കാം. നമുക്ക് പലപ്പോഴും ഒരു ബേർഡനായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിനറിയാവുന്ന കാര്യം, എന്നാൽ നമ്മൾ തന്നെ സ്വയം കുറ്റപ്പെടുത്തലുകൾ ഇതേപോലെ ഏറ്റുവാങ്ങുന്നതായിട്ടുള്ള അവസ്ഥകളിലുള്ള അങ്ങനത്തെ ബന്ധങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക, കൃത്യമായിട്ട് വിലയിരുത്തുക, അവരെയും നമ്മളെയും നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുകയും ബന്ധമെന്ന് പറയുന്നത് രണ്ട് സൈഡിൽ നിന്നുള്ള മ്യൂച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ബന്ധങ്ങളിൽ വേണ്ട രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ ഒരു ചെറിയ സന്ദേശം നിർത്തുകയാണ്. നമസ്തേ.